സ്വാതന്ത്ര്യ സമരത്തെ ശപിച്ച, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്ത, സ്വാതന്ത്ര്യ സമരത്തെ വിമർശിച്ച ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യ മഹാരാജ്യത്തിൽ ജനിക്കാൻ അവകാശമുണ്ടോ, ജീവിക്കാൻ അവകാശമുണ്ടോ? ഇല്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയെ പുച്ഛിക്കുന്ന സഹോദരന്മാർക്ക്, സഹോദരിമാർക്ക് ഇന്ത്യ രാജ്യം ജീവിക്കാൻ അവകാശമുണ്ടോ? NDF ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിന്റെ നിയമത്തെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങളൊന്ന് തുറന്നു പറയും. നിങ്ങൾ പറയും, ശരിക്കൊന്ന് എഴുതി വിടിൻ. പത്രമുണ്ടല്ലോ തേജസ്, ഇന്ത്യൻ ഭരണഘടന തെറ്റാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പറയാ, നിങ്ങളെ ഉള്ളിലുള്ളതും പറയും, ശരിക്കും പറയും. സത്യം വെട്ടിത്തുറന്ന് പറയണം എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ആണ്, തുറന്നു പറ. ഇവിടെ ഭരണാധികാരിയുടെ മുമ്പിലാണ് റസൂലുള്ള പറഞ്ഞത്, ഭരണാധികാരിയുടെ മുമ്പിൽ സത്യം വെട്ടിത്തുറന്ന് പറയുക എന്നാ. അത് മനസ്സിലാക്കാത്ത വിവരദോഷികളായ പണ്ഡിതന്മാർ മെമ്പറുമെന്ന് പറയും, പത്രത്തിലെഴുതും. പിന്നെയോ വിവരദോഷികളായ പാമരന്മാർ നമ്മൾ, നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് തന്ന ആ വില കുറഞ്ഞ നല്ല റൊട്ടി തിന്നുമ്പോ നമ്മൾ അവരെ കുറ്റം പറഞ്ഞ് പടച്ചതമ്പുരാന്റെ ശാപം വാങ്ങുന്നു. നമ്മൾ മിണ്ടിപ്പോകരുത്. റസൂലുള്ള പറഞ്ഞത് എന്താ? അടുത്ത് എവിടെയാ പറയേണ്ടത്? അവിടെ പോയിട്ട് പറയണം. അവിടെ പോയിട്ട് പറയാൻ കഴിയോ? കഴിയെങ്കിൽ പറയണം. ഇല്ലെങ്കിലോ പോകാൻ പറ്റുന്നിടത്ത് പറഞ്ഞേക്കണം. അല്ലെങ്കിലോ മിണ്ടാതിരിക്കണം. പാടില്ല, തശ്കീർ പാടില്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണത്. പഠിക്കണം നമ്മൾ ആ വിഷയം, മനസ്സിലായോ? എന്നാൽ ഇന്ത്യ മഹാരാജ്യത്തോ നിങ്ങൾക്ക് പത്രത്തിൽ എഴുതാം. അതാണ് ജനാധിപത്യം. നിങ്ങൾക്ക് പത്രത്തിൽ എഴുതാം. നിങ്ങൾ പറയൂ ഭരണഘടനയെപ്പറ്റി, ജനാധിപത്യത്തെപ്പറ്റി പറയൂ. എന്നിട്ടെന്നാ പിന്നെ നിങ്ങൾ ആ പാസ്പോർട്ടൊക്കെ തിരിച്ചു കൊടുക്കും, ഐഡന്റിറ്റി കാർഡും റേഷൻ കാർഡും മണ്ണെണ്ണ കാർഡൊക്കെ തിരിച്ചു കൊടുക്കും. എന്നിട്ട് സ്വതന്ത്രമായി ജീവിക്കും. അതല്ലേ തത്വം പ്രായോഗികമാകണ്ടേ? നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്? നോക്കി അത് ചെയ്യാനല്ലോ കേട്ടോ. ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ. നിങ്ങൾ ഐഡന്റിറ്റി കാർഡോ മണ്ണെണ്ണ കാർഡോ റേഷൻ കാർഡോ പാസ്പോർട്ടോ ഒന്നും തിരിച്ചു കൊടുക്കരുത്. കാരണം നമ്മുടേതാണ് ഇന്ത്യ, നമ്മൾ നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ നിലനിർത്തണം. നമ്മൾ ഹർത്താലുകൾ ആചരിക്കരുത്, ബന്ദുകൾ നടത്തരുത്, പണിമുടക്കൽ നടത്തരുത്, സമരങ്ങൾ നടത്തരുത്. ഒരാളുടെ അവകാശം നമ്മൾ നിഷേധിക്കരുത്. നമ്മുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ വേണമെങ്കിൽ പണിമുടക്കുക, വേറെ ആളെ പണിമുടപ്പിക്കരുത്. റോഡ് തടയരുത്, വഴി തടയരുത്. അതൊക്കെ ഹറാമായ കാര്യം, ചട്ടം തരാണ്, ദാതമാരെ ഏർപ്പാടാണ്. അതൊക്കെ മൃഗങ്ങളെ പരിപാടിയാണ് പറയാൻ പറ്റൂല. കാരണം മൃഗങ്ങൾക്ക് അങ്ങനത്തെ തെമ്മാടിത്തരല്ല, പിശാചുക്കളുടെ പരിപാടിയാണ്. അതുകൊണ്ട് അത് ചെയ്യരുത്. അപ്പോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല ജമാഅത്തെ ഇസ്ലാമി. എന്നിട്ടിപ്പോ ജനാധിപത്യത്തിന്റെ വലിയ ആൾക്കാരാണ് അല്ലേ? ഇതാണോ NDFന്റെ വഴി? ഇതാണോ സിമിയുടെ വഴി? ഇങ്ങനെയാണോ വേണ്ടത്? അല്ല. അപ്പോൾ തെറ്റ് ചെയ്തത് ആര് എന്ന് തെളിയിക്കേണ്ടതാരാണ്? ഇന്നയാൾ തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടതാരാണ് എന്ന മർമ്മപ്രധാനമായ പ്രശ്നത്തിനാണ്. ഉറക്കം വരുന്നുണ്ടോ ആർക്കെങ്കിലും? ഈ കാര്യത്തിനാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിനൊരു സംവിധാനം ആവശ്യമാണ്. ശരി, ആ സംവിധാനം അപാകതകളുള്ളതല്ലേ? എന്ത്? ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ കോടതി പരിപൂർണമായി നീതിയിൽ അധിഷ്ഠിതമാണോ എന്ന് ചോദിക്കാം. അല്ല. അതിപ്പോ നമ്മളോട് മാത്രം നീതി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓരോരോ പ്രശ്നങ്ങളിലും കോടതിയുടെ സമീപനത്തെപ്പറ്റി ആളുകൾക്ക് അഭിപ്രായ ഉണ്ടാകാം. അതിനപ്പുറത്തേക്ക് സംവിധാനമുണ്ട്. ഹേബിയർ കോപ്പസ് ഹർജി വരെ നമുക്ക് പോകാം. പല ജാതി പരിപാടികൾ, നിയമങ്ങളുണ്ട്. ബാപ്പ മോശം, ബാപ്പ നീതി കാണിച്ചില്ല, അതുകൊണ്ട് ബാപ്പാനെ തല്ലല, ബാപ്പാനെ കൊല്ലല, ബാപ്പാനെ നിഷേധിക്കല. ഭർത്താവ് ചെയ്ത് നീതിയായില്ല. ഒന്നിലധികം ഭാര്യമാരുണ്ടാവുമ്പോ ചക്കൊളത്തിപ്പോരുണ്ടാവും ഇല്ലേ? ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ദുരന്തമാണ് 2 ഭാര്യമാരുള്ളവരുടെ ജീവിതം. അപ്പോ ആ 2 ഭാര്യമാരും പറയുന്നത് ഭർത്താവ് നീതി കാണിച്ചില്ല, എന്നാ കൊണ്ട് ഡൈവോഴ്സ് ചെയ്യല, ഭർത്താവിനെ വേണ്ടെന്ന് വെക്കല. അല്ല, അതിനെന്താ പരിഹാരം ചെയ്യണം അല്ലേ? പരിഹാരം ചെയ്യണ്ടേ? വേണം. നമ്മുടെ രാജ്യത്ത് അഡ്മിറൽ വൈദ്യ കൊല്ലപ്പെട്ടു, രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു, ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. ഓരൊക്കെ മുസ്ലിങ്ങളാ? അല്ല. അവരെയൊക്കെ കൊന്നില്ലേ? മുസ്ലിങ്ങൾ മാത്രമാണോ കൊല്ലപ്പെട്ടത്? അല്ല. എത്രയെത്ര ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു, എത്ര ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു, എത്ര മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടു? ഉണ്ട്. എല്ലാവർക്കും നീതി കിട്ടിയോ? ഇല്ല. അതുകൊണ്ടല്ലേ ഒരു പരലോകം വെച്ചത് അല്ലാഹു. ഹിന്ദുക്കൾക്ക് പരലോകമുണ്ടോ? സ്വർഗമുണ്ടോ? ക്രിസ്ത്യാനികൾക്ക് സ്വർഗമുണ്ടോ?
ജൂതന്മാർക്ക് സ്വർഗമുണ്ടോ? നിരീശ്വര നിർമ്മതവാദികൾക്ക് സ്വർഗമുണ്ടോ? ഇല്ല. തൗഹീദുള്ളവർക്കതാ ഒരു സ്വർഗം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. അവിടെ അനീതിയില്ല. വലാ തുദ്ലമുന ഫതീല, ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ പാട പോലും അത്ര പോലും അക്രമമുണ്ടാവുകയില്ല. വലാ തുദ്ലമുന നഖീറ, ഒരു വെള്ളത്തിൽ പാരാവാരത്തിൽ കടലിൽ ഒരു പക്ഷി കൊക്ക് മുക്കിയെടുത്താൽ ആ കൊക്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അത്ര പോലും അക്രമമില്ലാത്ത ആ പരലോകത്തിൽ വിശ്വസിക്കുന്ന നമ്മളാണോ ഈ പിച്ചും വെയും പറയണത്? പരാതികളും പരിഭവങ്ങളും മുറുമുറുപ്പും പിറുമുറുപ്പായിട്ട് കഴിയുന്നു. സന്തോഷത്തോടു കൂടി കഴിയും. എന്തിനായി കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ പോലെ നിങ്ങൾ നടക്കണ്? ഒന്ന് സന്തോഷിച്ച് സുഖിയായിട്ട് നടക്കും. തൗഹീദ് പറയൂ, സുന്നത്ത് പഠിപ്പിക്കൂ, ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കൂ, ഉഷാറായി നടക്കൂ, വിഷമങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും മറക്കൂ. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട നബിമാർ, ഈർച്ചവാളുകൊണ്ട് ഈർന്നു മുറിക്കപ്പെട്ടു സഹാബിമാർ, മുസ്ലിങ്ങൾ ആദ്യകാലത്ത് നമ്മൾ അങ്ങനെ അനുഭവിച്ചോ? അവരൊക്കെ തൗഹീദിന് വേണ്ടിയാണ് അല്ലേ? ചങ്ങാതിമാരെ, നമ്മുടെ സമൂഹത്തിലെ മുസ്ലിങ്ങൾ കോട്ടയത്ത്, ചാലയിൽ, തിരുവനന്തപുരത്ത്, അവിടെയും മീറത്തിൽ, സൂറത്തിൽ, അഹമ്മദാബാദിൽ, അവിടെയുള്ള ഒരു കലാപങ്ങളിലൊക്കെ തന്നെ മുസ്ലിങ്ങൾ ഒരുപാട് കാരണങ്ങളായിട്ടില്ലേ? ഉണ്ട്. തിരൂരിൽ മുസ്ലിങ്ങൾ കാരണമായിട്ടില്ലേ? കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചില്ലേ? അതൊക്കെ നക്സലേറ്റുകളെ പണിയല്ലേ? അതുമല്ല, വലിയ ചട്ടമ്പികളും പോക്കിരികളും ഒക്കെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെയും സ്വന്തം വണ്ടിയല്ലാതെയൊക്കെ വരിക. ഈ ചങ്ങായിമാര് സ്വന്തം പരിചയമുള്ള എല്ലാവരും ഇങ്ങനെ കോട്ടക്കലങ്ങാടി കൂടെ ഒക്കെ ഈ NDF-കാർ നടക്കണ വണ്ടിയായിട്ട് തന്നെ പോയിക്കണത്. എല്ലാവർക്കും അറിയാം ഇതേതാ വണ്ടിന്ന്. ഇതൊക്കെയാണോ സമൂഹമേ ചെയ്യാനുള്ളത്? ഇതൊക്കെ അള്ളാന്റെ പേരിലാണല്ലോ. ഇതിനൊക്കെ അള്ളാഹു കൽപ്പിച്ചിക്കണോ? റസൂല് കൽപ്പിച്ചിരുന്നു. എന്നിട്ട് എന്തുണ്ടായത്? ആരെ പേടിച്ചത്? തുർഹീബൂന ബിഹി അദുവ്വല്ലാ, അള്ളാഹുവിന്റെ ശത്രുവിനെ പേടിക്കാൻ. ആരാ പേടിച്ചത്? മുസ്ലിം സമുദായത്തെ മറ്റുള്ളവർ പേടിച്ചോ? ഇതാ കുറെ തെമ്മാടികൾ നടക്കണ്, കുറച്ച് അട്ടമ്പികൾ, കുറച്ച് ദാതമാര് എന്നല്ലാതെ ആര് മനസ്സിലാക്കി? മര്യാദയുള്ള, മാന്യതയുള്ള, സംസ്കാരമുള്ളവരാണ് മുസ്ലിങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം ഉപകരിച്ചോ? ഇല്ല. യുദ്ധക്കളത്തിൽ എത്രമാത്രം മര്യാദയാണ് പാലിക്കാൻ പറഞ്ഞത്? കല്ലെറിയാനാ, ബോംബിടാനാ, തല്ലാനാ, കൊല്ലാനാ? ആണോ? അല്ല. എത്രമാത്രം മര്യാദകളാണ് യുദ്ധ നിയമത്തിൽ. യുദ്ധക്കളത്തിൽ പോലും എത്ര നിയമങ്ങളാണ് ഉള്ളത്. യുദ്ധക്കളത്തിൽ പോലും എത്ര നിയമങ്ങളാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല, പെണ്ണുങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല, വയസ്സന്മാരെ ഉപദ്രവിക്കാൻ പാടില്ല. ഇത് തല്ലുകയും കൊല്ലുകയും കല്ലെറിയുകയും ബോംബെറിയുകയും ചെയ്യുമ്പോൾ ആരൊക്കെയാ മരിക്കുന്നത്, ആരൊക്കെയാ നശിക്കുന്നത്, ആരൊക്കെയാ ജീവിക്കുന്നത്? ചങ്ങാതിമാരെ, മാറാട് എന്തുണ്ടായി? അരഡസൻ മുസ്ലിങ്ങളെ ഹിന്ദുക്കൾ കൊന്നു, അരഡസൻ ഹിന്ദുക്കളെ മുസ്ലിങ്ങളും കൊന്നു. ഇസ്ലാം മതത്തിന് എന്താ കിട്ടിയത്? ഹിന്ദു മതത്തിന് എന്ത് കിട്ടി? ഹിന്ദു മതത്തിന് ആ മുസ്ലിങ്ങളെ കൊന്നതുകൊണ്ട് വല്ല കാര്യം കിട്ടിയോ? ഇല്ല. ഇസ്ലാം മതത്തിന് ആ ഹിന്ദുക്കളെ കൊന്നുകൊണ്ട് വല്ല കാര്യം കിട്ടിയോ? തൗഹീദിന്റെ പ്രസംഗം അവിടെ മുടങ്ങി. പരിപാടി നടത്തണ്ട. തൗഹീദിന്റെ പ്രസംഗം മുടങ്ങി. രാത്രിയും പകലും അതിൽ നടക്കാൻ പറ്റാതായി. അല്ലേ? ഇത് കാരണക്കാരാര്? ഒരു കൂട്ടർ മാത്രം ഇല്ല. ഇനി കുറച്ചുകൂടി കടുപ്പപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കട്ടെ. ആരാണ് നമ്മുടെ ശത്രു? ബുഷ് ഈ ലോകത്തിന്റെ ശത്രുവാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഈ ദുനിയാവിന്റെ ശത്രുവാണ്. ആഖിറത്തിൽ എങ്ങനെ ഉണ്ടാവും? ബുഷ് തല്ലിയ, ബുഷ് കൊന്ന എത്രയോ ആളുകൾ അതുകൊണ്ട് സ്വർഗത്തിൽ പോകും. ശരിയല്ലേ? അല്ലേ? ആണ്. എങ്ങനെയാണെങ്കിൽ അവർക്ക് തൗഹീദ് സദ്ദാം ഹുസൈൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ, സൗദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ തകർത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തകർത്ത പോലെ ജാറങ്ങളും ദർഗകളും മഖാമുകളുമാണ്. അല്ലേ? സദ്ദാം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ സൗദി ഗവൺമെന്റ് ആദ്യമായി ചെയ്തത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് തൗഹീദിന്റെ എല്ലാ വശങ്ങളും അടങ്ങിയ ഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ പ്രചരിപ്പിക്കലാണ്. സദ്ദാം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ തൗഹീദ് മനസ്സിലാക്കിയ കുറെ ആൾക്കാരുണ്ടാകും. അവരിൽപ്പെട്ട ബുഷിന്റെ അക്രമവർദ്ധനങ്ങൾക്ക് വിധേയമായി ആ തടവറകളിൽ നരകയാതന അനുഭവിച്ച് മരിച്ചുപോയ ആളുകൾ ഇൻഷാ അല്ലാഹ് ഷഹീദുമാരാണ്, സ്വർഗത്തിലാണ്. ഇറാനിൽ റിസാഷ പഹ്ലവി എന്ന പിശാചിനെ ആട്ടിവിട്ടിട്ട് പാരീസിൽ നിന്ന് ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനി വന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഭരണം കിട്ടിയപ്പോൾ അല്ലാ തദാതിം സാലനില്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു